ഇപ്പോൾ ദിലീപ് പത്മസരോവരം വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ദിലീപ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരെയാണ് ആദ്യം കെട്ടിപ്പിടിക്കുന്നതെന്ന്. അച്ഛൻ്റെ മകൾ മാമാട്ടിയാണ് ഓടി ആദ്യം എത്തിയത്. മഹാലക്ഷ്മി എന്ന് പേരിട്ടാലും സോഷ്യൽ മീഡിയയിൽ അവൾ മാമാട്ടിയാണ്, സോഷ്യൽ മീഡിയയിൽ പ്രിയങ്കരിയാണ്. ഈ കുഞ്ഞ് ജനിച്ച സമയത്തൊന്നും തന്നെ ഇതുവരെയും ചിലപ്പോൾ ആ കുഞ്ഞിന് അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകില്ല. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായോ സമാധാനമായോ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ 8 വർഷക്കാലമായി തന്നെ കാവ്യയും ദിലീപും മീനാക്ഷിയും മാമാട്ടിയും എല്ലാം തന്നെ അത്രയേറെ തിന്നുന്നത് തീ തന്നെയായിരുന്നു. അത്രമാത്രം എല്ലാവർക്കും വേദനയായിരുന്നു ഈ ഒരു വാർത്ത. എന്നാൽ മാമാട്ടിയുടെ മുഖത്തുണ്ട് ആ സന്തോഷം. അച്ഛനെ കണ്ടതും ഓടിച്ചെന്ന് ചാടി ഒക്കത്ത് കയറുകയായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. കാവ്യയ്ക്ക് എന്തു പറയണമെന്നറിയാതെ മാറി നിന്നു. അപ്പോൾ തന്നെ ദിലീപ് കാവ്യയെ കെട്ടിപ്പിടിക്കാൻ കൈ കാണിക്കുകയും കാവ്യ ഓടി വരികയും ചെയ്തു. മകളെ ഒക്കത്ത് വെച്ചുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് ഒരു ഉമ്മയും നൽകി. കാവ്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അച്ഛനെ കണ്ടതും അച്ഛന് നീതി ലഭിച്ചു എന്ന് മനസ്സിലായോ മനസ്സിലാകാതെയോ എന്താണ് എന്നറിയില്ല. പക്ഷേ ആ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞ് അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു. കുറുമ്പത്തിയായി തന്നെയാണ് എപ്പോഴും മാമാട്ടി നിൽക്കാറുള്ളത്. സോഷ്യൽ മീഡിയയ്ക്ക് പരിചയവും അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ തന്നെ എല്ലാവരും മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുമെങ്കിലും ഇപ്പോൾ കുട്ടിക്കുറുമ്പി മാമാട്ടിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ചിത്രത്തിൽ മീനാക്ഷിയെ കാണാനില്ലെങ്കിലും മീനാക്ഷി മറ്റൊരിടത്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിദേശത്താണ് മീനാക്ഷി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിൽക്കുന്ന മീനാക്ഷിക്ക് ഇതേ ദിവസം എത്താൻ സാധിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത പ്രത്യേകമായി തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തയും പങ്കുവയ്ക്കുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. പ്രത്യേകിച്ച് ഈ ചിത്രം ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും കാണുന്നത്. ആ കാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് മുറ്റത്തേക്ക് ഓടിയിറങ്ങുകയായിരുന്നു മാമാട്ടി. മാമാട്ടി എന്നാണ് പ്രേക്ഷകർ മീനാക്ഷിയുടെ സഹോദരിയെ, അതായത് മഹാലക്ഷ്മിയെ വിളിക്കുന്നത്. മഹാലക്ഷ്മിയോടുള്ള സ്നേഹമാണ് പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുള്ളത്. മാമു എന്നാണ് ഇപ്പോൾ മാമാട്ടിയെ ഷോർട്ടാക്കി തന്നെ വിളിക്കുന്നത് എന്ന് പറയാം. മീനൂട്ടിയെ മീനു എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് മാമാട്ടിയെ മാമു എന്നിപ്പോൾ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വൈറലായ വീഡിയോയിലും അത് മീനാക്ഷിയുടെ അനിയത്തി തന്നെ പറയുന്നുണ്ട്. എപ്പോഴും മാമാട്ടി എന്ന പേര് മാമാട്ടിക്ക് ഇട്ട് നൽകിയതോ, അതായത് മഹാലക്ഷ്മിക്ക് സ്വയമേയുള്ള വിളിക്കാനുള്ളൊരു പേരായിരുന്നു മാമാട്ടി എന്നാണ് ദിലീപ് പറഞ്ഞത്. അവളെ തന്നെ വിളിക്കുന്നൊരു പേരാണ് അത്, ഞങ്ങൾ ആരും ഇട്ട് കൊടുത്തതല്ല. പിന്നീട് സോഷ്യൽ മീഡിയയിൽ അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആ പേര് വന്നതെന്നും പറയുന്നുണ്ട്. എല്ലാവരും മഹാലക്ഷ്മി എങ്ങനെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നോക്കിയിരുന്നത്. ഒപ്പം മീനാക്ഷി എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മീനാക്ഷി ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി എവിടെയെന്ന് എല്ലാവരും തിരക്കുന്നത്. എന്നാൽ ഈ സമയത്ത് വിദേശത്താണ് ഇപ്പോൾ മീനാക്ഷി എന്നും വിദേശത്താണ് ഇപ്പോൾ ആ കുട്ടി ജോലി ചെയ്യുന്നതെന്നും പലരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആശുപത്രിയിലുണ്ട് മീനാക്ഷി എന്നും ഈ ദിവസം ഡ്യൂട്ടി എടുത്താണ് മീനാക്ഷി പോയതെന്നും പറയുന്നുണ്ട്. എന്ത് വിധിയാണെങ്കിലും അത് അച്ഛൻ അനുകൂലമായിരിക്കുമെന്ന് മീനാക്ഷിക്ക് നന്നായി അറിയാമായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.